ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 2 സോപ്പിൻ്റെ പെട്ടി നമ്മളുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 2 സോപ്പിൻ്റെ പെട്ടി മാറ്റി വെച്ചതായിരുന്നു. എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി ഞാനിത് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ 2 പെട്ടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ 2 ഐഡിയാസാണ്, 2 ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഐറ്റംസ് ആയിരിക്കും. അങ്ങനത്തെ 2 ഐറ്റം ഈ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഈ ഒരു സോപ്പ് പെട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒരു രണ്ടും ഈസി ക്രാഫ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്തായാലും അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലുള്ള പണി എങ്ങനെ നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഡോവിൻ്റെ ഈ ഒരു ബോക്സാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ബോക്സ്. അത് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു ഓപ്പണിങ് പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അമർത്തിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പണിങ് നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തഡാണ് കേട്ടോ. അതായത് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം, 2 പീസാക്കിയിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗങ്ങളും നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ കുറുകെ ഇങ്ങനെ ഒരു വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോണിൽ നിന്നും അടുത്ത കോണിലേക്ക് ഇതേപോലെ ഒരു വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് 2 സൈഡും. എന്നിട്ട് ഇത് 2 പീസാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു സോപ്പിൻ്റെ പെട്ടി നമ്മൾ ത്രികോണത്തിൻ്റെ ഷേപ്പിൽ 2 കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് നമ്മൾ നടുക്ക് കൂടെ ഒരു വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ചെറിയ രീതിയിൽ അതിങ്ങനെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചരല 2ൻ്റെയും ഈ ഒരു അടിവശങ്ങൾ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. മറ്റേതിൻ്റെയും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു അടിവശം നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് വേണ്ടായത് തന്നെ കുറച്ച് സമയം നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇളകി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ രണ്ടും നമ്മൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് തൽക്കാലം മാറ്റി വെക്കുന്നുണ്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പശ തേച്ചിട്ട് 2 ഭാഗവും നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിരുന്നു. അത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. കാരണം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇളകിപ്പോരും. ആ ഒരു ടൈമിൽ നല്ലോണം ഒട്ടും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകിപ്പോരും. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യണം, ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം ഞാനിത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഓറഞ്ച് കളറിൻ്റെ ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ ആ ഒരു കോണ് പോലെ വെച്ച് നോക്കി. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു കോണിലായിട്ട് നല്ല രീതിയിൽ ആ ഒരു ഭാഗം നമ്മൾ മുഴുവനായിട്ട് പശയാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഒട്ടിച്ചതിനേക്കാളും കുറച്ച് താഴത്തായിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കതിങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ കിട്ടണ്ടേ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഞാൻ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ 3 വശങ്ങളും ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ പശയാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതാ ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. 3 വശങ്ങളും നല്ല രീതിയിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചാൽ നമുക്ക് അധികം പേപ്പർ വേസ്റ്റ് ചെയ്യാതെ നല്ലൊരു നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഓരോ വശത്തിനും ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര ഒരു നീറ്റായിട്ട് കിട്ടില്ല. അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലാണ്. പിന്നെ ഇതുപോലെ ആ ഒരു കോണ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ 3 വശത്തിനെയും നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതേപോലെ തന്നെ അടിയിലേക്ക് കവർ ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു കളർ പേപ്പറിന് പകരം വേറെ നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു, പിന്നെ അത് നല്ല മാച്ച് ആയിരിക്കുമല്ലോ, നല്ലൊരു കളറാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിഭാഗം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു കോണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ അടിയിലേക്ക് മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ ഇതൊരു സംഭവം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടും ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സോപ്പിൻ്റെ ബോക്സ് പെയിൻറ്റ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ലൈക്കൊക്കെ കുറവായതുകൊണ്ട് വീഡിയോ ഒക്കെ സ്റ്റക്കായി പോകലുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് ചെയ്താൽ ഒരു പക്ഷേ അത് ഒരു ഷെയറും കൂടെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുത്തുണ്ടായിരുന്ന 2 പീസ് ഉണ്ടായിരുന്നു. 2 പീസും നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ഇങ്ങനെ കൊള്ളിക്കുന്ന രീതിയിൽ അതിലേക്ക് ഇങ്ങനെ കടത്തിവിടുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. അതിനുശേഷം
ഇതിൻ്റെ ഈ ഒരു കോണിലൊക്കെ ഇതേപോലെ ഫെവിക്കോളായി ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടില്ല ആ ഒരു പീസും കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അത് നന്നായിട്ട് ഒട്ടി നിന്നോളും. അപ്പോൾ ഫെവിക്കോളാണ് ഉപയോഗിച്ചതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കണ്ണും ഒരു വായൊക്കെ വരച്ചു കൊടുത്തു. കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അടുത്ത് വേറെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാൻ വേറെ എന്തെങ്കിലും വരച്ചു കൊടുക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഉണ്ടാക്കിയ പാടാണ് എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ഐഡിയ ആണേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്ന വേറൊരു സാൻഡലിൻ്റെ സോപ്പാണ്. ഇത് അധികം അത്ര നല്ല ബ്രാൻഡൊന്നും അല്ല, പക്ഷേ നല്ല അടിപൊളി സോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ പെട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഇത് ആ ഒരു ഓപ്പൺ വരുന്ന 2 ഭാഗത്തുള്ള വശങ്ങളുണ്ടല്ലോ, ആ 2 വശങ്ങളും നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിന് ഈ ഒരു 2 ഓപ്പണിങ്ങും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഓപ്പണിങ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പണിങ് ഇട്ട് കൊടുക്കുകയാണ് ചേട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന 2 ഓപ്പണിങ്ങും നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഓപ്പൺ ഇല്ലാത്ത ആ ഒരു വീതി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്കൊരു ഓപ്പണിങ് കൊടുക്കേണ്ടത്. നമ്മളിത് വെച്ചിട്ടൊരു പേഴ്സാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ, നമ്മുടെ ഒരു പേഴ്സ്. അപ്പോൾ പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു വീതിയിലെ വശം ഉണ്ടല്ലോ, ആ ഒരു വശത്തായിട്ട് ഇതേപോലെ ഒരു ഓപ്പണിങ് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ജസ്റ്റ് നമ്മുടെ ആ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്ന എക്സ്റ്റൻഷൻ ബ്ലേഡിന് എപ്പോഴും മുറിച്ച് കുറവായിരിക്കും. ഞാൻ ഇത് വാങ്ങിയാലോ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിനുശേഷം ആ ഒരു കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചിട്ട് നമ്മൾ അടുത്ത പണി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി പോരും കേട്ടോ. കുറച്ച് സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിതാ വീണ്ടും ആ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ട്രൈ ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്കും കുറച്ച് പണിയുണ്ട് അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഗിൽറ്റർ പേപ്പർ കേട്ടോ. നമ്മുടെ വയലറ്റ് കളറിലൊരു ഗിൽറ്റർ പേപ്പർ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങളും ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു സോപ്പിൻ്റെ പെട്ടി അവിടെ വെച്ചു. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതേ അളവിൽ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിൽറ്റർ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെൻസിലൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു മൂർച്ച ഏതെങ്കിലും മനയിലൊരു സംഭവം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ ഞാനിങ്ങനെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ 2 വശങ്ങളും ഈ ഒരു രീതിയിൽ 2 പീസ് നമ്മൾ ആ 2 വശത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഓരോ വശത്തിന് വേണ്ടിയിട്ട് ഓരോ പീസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്കൊരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് ആ ഒരു ബോക്സ് ഇങ്ങനെ ഗിൽറ്റർ പേപ്പറിൻ്റെ മേലെ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു അളവ് ഞാനിങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് അളവ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരച്ചെടുത്തു. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് വരക്കുന്നതെന്ന്, പക്ഷേ ഉറപ്പായിട്ട് വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തുള്ള ഒറ്റ കട്ടിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിതിങ്ങനെ പേഴ്സിന് ഒരു ഓപ്പണിങ് പോലെ ഇങ്ങനത്തെ ഒരു ഭാഗം കൂടെ വേണമല്ലോ. അതുകൊണ്ട് 4 ഇതാക്കിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വെച്ച് നോക്കി. അതിനുശേഷം ആ ഒരു ലെങ്ത്ത് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഗ്ലൂ ഗണ്ണ് ആ ഒരു സോപ്പിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഇത് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു. അതിനുശേഷം മടക്കിയതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് ഈ ഒരു ഗിൽറ്റർ പേപ്പറിൻ്റെ അടിയിൽ വശത്തായിട്ട് ആക്കി കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടോ. ഓരോ വശങ്ങളായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗിൽറ്റർ പേപ്പർ ഒട്ടിക്കുമ്പോൾ എന്തായാലും നല്ലത് ഗ്ലൂ ഗൺ തന്നെയാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പാടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അത് ഒട്ടിച്ചു. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിക്കണം കേട്ടോ. അത് നമുക്ക് ഓപ്പണുള്ള ഭാഗമാണ്, പേഴ്സാണല്ലോ. അപ്പോൾ ഇതായത് ഒരു ഓപ്പണിങ്ങുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് പേഴ്സിന് അങ്ങനെയാണല്ലോ, കോണ് പോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു അറ്റം 2 ഇതേപോലെ വളച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേഴ്സണലിറ്റിക്കുള്ള ഒരു സെക്യൂരിറ്റി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ, 2 ഡബിൾ സൈഡ് അല്ല, നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവമില്ല, അത് ചെറിയൊരു കുട്ടി പീസ് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, പഴയ ഡ്രസ്സ്, അതിൽ നിന്നും കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു അടക്കാനും തുറക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ, പക്ഷേ എൻ്റെ അടുത്ത് ഹുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ട് നോക്കിയിട്ടോ. അപ്പോൾ ഇത് നല്ല സ്റ്റിക്കറാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളെന്തായാലും സോപ്പ് പെട്ടി ഉണ്ടാക്കിയിട്ടുള്ള 2 ഐറ്റംസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒരെണ്ണം ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും 2ഉം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം, ക്യൂട്ടായിട്ടുള്ള 2 ഐറ്റംസ് നമ്മൾ ഈ ഒരു വെറുതെ കടയുന്ന സോപ്പ് പെട്ടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സോപ്പ് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ സംഭവങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ.
ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് അങ്ങനത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി നോക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു ആൽക്കോലത്തെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.